പത്തനംതിട്ട പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കേസ്. ഡോക്ടറുടെ പിഴവിനെ തുടർന്നാണ് 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചത് എന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി. ആലപ്പുഴ സ്വദേശികളായ ഹരികൃഷ്ണൻ വന്ദന ദമ്പതികളുടെ ആൺകുഞ്ഞാണ് ഇന്നലെ മരിച്ചത്. ഡോക്ടർ, എനിക്ക് അനക്കക്കുറവ് തോന്നുന്നുണ്ട് കുഞ്ഞിന്. എനിക്ക് അനക്കം കിട്ടുന്നില്ല. എന്നാൽ നമുക്കൊന്ന് കാഷ്വാലിറ്റി കയറി അനക്കം നോക്കുന്നതിന് മെഷീൻ അതിനകത്ത് വെച്ച് അനക്കം നോക്കിയപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഹാർട്ട് ബീറ്റ് പെട്ടവരോട് സ്കാൻ ചെയ്യാൻ സ്കാൻ ചെയ്തപ്പോൾ അത് കുഞ്ഞ് മരിച്ചു കിടക്കുക. എന്നിട്ട് ഇവർ അത്രയും നേരം 12:30 നടന്ന സംഭവമായിരുന്നു. എന്നിട്ട് ഈ പെണ്ണുമ്പോൾ ഒരാഴ്ച എന്നിട്ട് പറയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇത് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. ഒരു എന്തെങ്കിലും അന്നേരം എൻ്റെ കുഞ്ഞിനെ എടുത്ത് തന്നിരുന്നെങ്കിൽ. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എന്താണ് ഈ വീട്ടുകാർ പറയുന്നത്? അതായത് കഴിഞ്ഞ മാസം ഈ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഈ വന്ദന, ഈ കുഞ്ഞിൻ്റെ മാതാവ് ഈ പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ വെച്ച് അതിനുശേഷം ഡിസ്ചാർജ് ആയിപ്പോയി. തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വന്ന് കുഞ്ഞിനെ സ്കാനിങ് ചെയ്തപ്പോൾ അനക്കക്കുറവ് കണ്ടെത്തിയെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം കുഞ്ഞിന് അനക്കമില്ല എന്ന് പറഞ്ഞ് ഒരു പരിശോധന നടത്തണം, അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സൂസൻ അത്തരത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണ് അഡ്മിറ്റ് ചെയ്ത് പരിശോധിച്ചത്. അപ്പോഴേക്കും കുഞ്ഞിന് മരിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഓപ്പറേഷനിലൂടെ കുഞ്ഞിൻ്റെ മൃതശരീരം പുറത്തെടുത്തത്. എന്തായാലും ഒരു പരാതി ഈ ഡോക്ടർക്കെതിരെ കൊടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ്, അതായത് വന്ദനയുടെ മാതാവാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള കൃത്യവിലോപമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് നടന്നത്. അതുകൊണ്ട് നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് തിരുവല്ല പോലീസ് ഡോക്ടർ സൂസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ആശുപത്രിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അവരും ഈ ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ബഹളമുണ്ടാക്കിയതിനും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന പരാതിയിലും ഇവരുടെ ബന്ധുക്കൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിലും കേസെടുക്കണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും വന്ദന, ഈ കുഞ്ഞിൻ്റെ മാതാവ് വന്ദന ഇപ്പോഴും ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി മറ്റ് അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് തിരുവല്ല പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീമാനാണ് വിവരങ്ങൾ നൽകിയത്.